അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കായും പിന്നെ നമ്മുടെ അവലും വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. സ്നാക്ക് ആണെങ്കിലും നമുക്കിത് ഊണിന്റെ കൂടെ അല്ലെങ്കിൽ എന്താ പറയുക മറ്റൊരു ഡിഷിന്റെ ഒക്കെ കൂടെ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാൻ പറ്റും. സ്നാക്ക് ആയിട്ട് വേണം കഴിക്കാം. സാധാരണ നമ്മള് പാവയ്ക്ക എന്ന് പറയുന്ന സാധനം നമ്മൾ കയ്പാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് പരിപാടിയാണ്. പക്ഷെ ഇത് നമ്മള് അടിപൊളി സാധനമാണ്. കയ്പിന്റെ കാര്യം ഇതിനകത്തോട്ട് നമ്മള് എന്താ പറയുക ചിന്തിക്കാൻ പോലും വേണ്ട. അത് തന്നെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇപ്പൊ പാവയ്ക്കൊക്കെ അരിയാൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ജസ്റ്റ് അരിഞ്ഞെടുത്ത് വരാം. നമ്മളെ പാവയ്ക്ക ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഇതുണ്ടല്ലോ, ഇതിന്റെ കനം ശ്രദ്ധിച്ചോണം. പല പല അളവായി പോകരുത്, എല്ലാം ഒരേപോലെ തന്നെ റെഡിയാക്കണം. അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ, നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത അവല് അത് നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ സ്വല്പം 2 ടേബിൾ സ്പൂണോളം സാധാ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി പാവയ്ക്കകത്ത് നമുക്ക് ഉപ്പിട്ട് ഒന്ന് ഞെരടി എടുക്കണം. അതിൻ്റെ അകത്തൊന്നൊക്കെ ഉപ്പിട്ട് ഇട്ട് ഞെരടുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് നന്നായിട്ട് ഉള്ള വെള്ളം അംശം ഉണ്ടെങ്കിൽ അതെല്ലാം വരികയും ചെയ്യും. മാത്രമല്ല അതിലെല്ലാം നന്നായിട്ട് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി. അപ്പൊ ഇതുണ്ടല്ലോ, ഈ പാവയ്ക്ക അരിഞ്ഞപ്പോ 2 മിനിറ്റ് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടും സംഭവം. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ഇതൊന്ന് ഉപ്പൊന്ന് തേക്കുക. അതിനുശേഷം വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പെല്ലാം പുരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ അരിപ്പൊടിയും അവലിന്റെ പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ ഉപ്പ് മാത്രമേ ഇതിന് ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഒരുപാട് ഉണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് വരണം, അത്ര മാത്രമേ നമ്മുടെ ആവശ്യമുള്ളൂ. അതിനും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം ഒരുപാട് അങ്ങ് എന്താ പറയുക കുഴഞ്ഞങ്ങ് പോവാൻ വേണ്ട. എന്നാൽ ഇതിന്റെ ഈ മാവ് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് പിടിക്കുകയും വേണം. അപ്പൊ അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അരിപ്പൊടിയും നമ്മുടെ അവലുപൊടിയും നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇതിനൊരു ചെറിയൊരു എന്താ പറയുന്നത് ബൈൻഡിങ് ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ സ്വല്പം നമ്മുടെ മൈദ എടുത്ത്. അപ്പൊ ഇതിന് പകരം നമ്മുടെ കോൺഫ്ലവർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ കുറേശ്ശെ വെള്ളം നനച്ച് ആവശ്യമെങ്കിൽ അതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ മാത്രം മതിയേ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടില്ല. മുളക് പൊടി നമ്മൾ പിന്നീടാണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉപ്പ് മാത്രമേ ഇതിന് ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം. അപ്പൊ അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ നന്നായിട്ട് തിരുമ്മി തന്നെ പിടിപ്പിക്കണം. എന്നാലേ ഉണ്ടല്ലോ അതിന്റെ എല്ലാ വശത്തും അതിന്റെ ആ ഒരു എന്താ പറയുക ഒരുപോലെ അതാകത്തില്ല. ഇതുപോലെ വെള്ളം ഉണ്ടല്ലോ ഒന്ന് വെറുതെ ഒന്ന് കുടഞ്ഞ് അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി പോവേ. എന്നാലേ ഉണ്ടല്ലോ നമ്മൾ ആ ചെയ്ത് അതിന്റെ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടുന്നുണ്ട് സംഭവം. അപ്പൊ ഇതും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് എളുപ്പ പരിപാടി. അപ്പൊ നമ്മളത് മൈദയൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് നല്ല റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് എണ്ണയ്ക്കകത്തിട്ട് നിന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കണം. അപ്പൊ നന്നായിട്ടൊന്ന് എന്താ പറയുക നല്ല മുരുമുരാതിരിക്കണം. അതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തീ കൂട്ടി വെച്ച് ഇതാക്കണ്ട. ഇത് കുറേശ്ശെ ഇട്ട് വലിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് വറുത്തെടുക്കാം. ഇത് നമ്മുടെ ചെറിയ ചീനിച്ചട്ടിയാണ്. നമുക്ക് കുറേശ്ശെ ഇട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്കിത് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. അതുവരെ നമുക്കിന്ന് മൂത്ത് കിട്ടണം സംഭവം. റെഡി ആയി വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ പാവയ്ക്ക നമ്മളിത് മുഴുവൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല കലിപ്പില്ലാന്നുള്ള രീതിയിലാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. ഇത് എന്താ പറയുക നല്ല ബ്രൗൺ കളറുമായിട്ടുണ്ട് സംഭവം. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ കൊത്താം. അപ്പൊ അത് നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മളിപ്പോ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തുമാത്രം സാധനം എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് കൊപ്ര ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സാധാരണ തേങ്ങ. അപ്പൊ ഇതും കൂടെ ബ്രൗൺ കളർ ആകുന്നേരം നമുക്കൊന്ന് തേങ്ങ വറുത്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കപ്പലിന്റെ കൂടെ വറുത്തെടുക്കണം.
ഇത് നമ്മുടെ സാധാരണ പച്ചക്കപ്പലിൻ്റെയാണ്. തീ ഒന്ന് കുറച്ച് വെക്കണം. കാര്യം എന്താണെന്ന് അറിയാം, ചിലപ്പോൾ ഈ കപ്പലിനെ നമ്മൾ കഴുകിയിട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എണ്ണ തെറിക്കും. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ചൊന്ന് നടച്ചു വെക്കുക. എന്നിട്ട് ചെറിയ ഒരുപാട് കിടക്കേണ്ട, ചെറുതായിട്ട്. കാര്യം അതിൻ്റെ ആവി വെളി പോകുന്നതാണ്. അപ്പോൾ ഈ കപ്പലിന് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ. ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കരുത്, എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോഴേ നമ്മുടെ കപ്പലിന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് കോരി ഇതിനകത്ത് തന്നെ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ ഇടുന്നത് കേട്ടോ. വേറെ സെപ്പറേറ്റ് പാത്രങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം അതും കൂടെ ഇതിനകത്ത് ഇടാം. ഒരുപാട് കരിഞ്ഞു പോകണ്ട കപ്പലിൽ. നമ്മൾ വേറൊരു സാധനം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പണി ഏകദേശം തീരാറായി. ഇത് വറക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇത് കാര്യം ഒരു ദിവസത്തേക്കൊന്നും ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ നല്ല ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം കേടാതെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് വറുത്തെടുക്കുന്ന വേറെ സാധനമുണ്ട്, കോൺഫ്ലെക്സ്. അപ്പൊ നമ്മള് തീ നല്ലതായിട്ട് കുറച്ച് ചെയ്യണം, പെട്ടെന്നാവും. അത് കാരണം തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെ, ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടുള്ള സാധനം. അത് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടാലും വളരെ പോന്തി വരും. പോപ്കോണിന്റെ വേറൊരു വർഷം ഇതൊരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ ആകണം. അപ്പോൾ അത് ഇതിൻ്റെ കാര്യം നമുക്ക് തീരുമാനമായി. ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് സംഭവം. ഇനി അതും കൂടെ നമുക്ക് കോരിയിടാം. അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ഒരു എന്താ പറയുക, ഒരു 3/4 ഭാഗം കഴിഞ്ഞു. ഇതിന്റെ ടേസ്റ്റിനുള്ള 2-3 സാധനങ്ങളോടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഉള്ളത് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ചാൽ മതി. എത്ര ദിവസം വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാവയ്ക്ക് ഇതിനകത്ത് പിള്ളേരില്ലേ, അവരിവിടെ കയറി ഇറങ്ങിയിരുന്നുള്ളൂ ഈ സാധനം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കോൺഫ്ലേക്ക് നമ്മൾ വറുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് 2 ഐറ്റം കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ അത് നമ്മുടെ സ്വന്തം കറിവേപ്പിലയാണ്. അപ്പൊ ആ കറിവേപ്പിലയും പറയണം. കറിവേപ്പില കഴുകി വെള്ളമെല്ലാം മാറ്റി നമ്മുടെ കറിവേപ്പില റെഡിയായിട്ടുണ്ട്. ഇതുണ്ടല്ലോ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു കിരികില സൗണ്ട് കേൾക്കണം. അപ്പൊ നമ്മുടെ പരിപാടികൾ 3/4 പങ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഫിനിഷിംഗ് വർക്ക് ഉള്ളത്. അപ്പൊ എന്തായാലും ഉള്ള ഈ സംഭവം ചെയ്തു നോക്കിയത് നിങ്ങൾ എല്ലാവരും. സംഭവം കിടക്കാച്ച സാധനം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാവയ്ക്ക കയ്പാന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നവരുണ്ട്. പാവയ്ക്ക വാങ്ങാത്ത വീടുകൾ ഒരുപാടുണ്ട്. നമ്മുടെ വറ്റൽമുളകാണ്, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പൊ നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. മുളക് പെട്ടെന്ന് റെഡിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നല്ല ചൂടുമാണ്. പിന്നെ മുളക് വറുത്തെടുക്കാൻ എളുപ്പമാണ് സംഭവം. മുറിച്ച് വേണമെങ്കിലും ഇടാം, പക്ഷെ മുറിച്ചിട്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞാണല്ലോ എണ്ണക്കകത്ത് ഇതിന്റെ കുരുവൊക്കെ വീണ് എണ്ണ പെട്ടെന്ന് ചീത്തയായിരിക്കും. അതെ, പരിപാടി വലിയ പാടാകുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ട് പിന്നുണ്ടല്ലോ വേണമെങ്കിൽ മുറിച്ചിടാവേ. അതാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനിയാണ് ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പരിപാടി ഉള്ളത്. അപ്പൊ അത് നമുക്ക് 1-2 സാധനം കൂടി ഇതിന്റെ അടുത്ത് ചേർക്കാനുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ എടുത്തോണ്ട് വന്നിട്ട് നമുക്ക് ഫൈനൽ പരിപാടി ചെയ്യാം. അപ്പേ ഇനി നമ്മുടെ അവസാനത്തെ സംഭവമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, സാധാ മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ നമ്മൾ വറ്റൽമുളക് വറുത്തിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ട് വേണം മുളക് ചേർക്കാനായിട്ട്. വറ്റൽമുളക് എല്ലാവരും പിള്ളേരൊക്കെ ആണെങ്കിൽ എടുത്തങ്ങ് മാറ്റുമല്ലോ. അപ്പൊ അതിനനുസരിച്ചുള്ള ഇത് വേണം. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത് നമ്മള് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് പാവയ്ക്ക എന്ന് പറഞ്ഞ എല്ലാരും മാറ്റി വെക്കുന്ന ഒരു സാധനം. അപ്പൊ ഉണ്ടല്ലോ ഇതുപോലെ ഈ പാവയ്ക്ക മേടിച്ചിട്ട്, അതായത് കയ്പ് കുറഞ്ഞ പാവയ്ക്ക നമുക്ക് നല്ല വെള്ള നിറമുള്ള കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അത് വാങ്ങിയിട്ട് സംഭവം ഇതുപോലെ ചെയ്തു. ഈ കയ്പ് നമുക്ക് ഇച്ചിരി ഇങ്ങും കൂടി ഇട്ടു, നമ്മുടെ കായപ്പൊടി.
അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം നമുക്കൊരു നമ്മുടെ മിക്സ്ചർ ഒക്കെ കഴിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി പാവയ്ക്ക ഇട്ടപ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയോ. ഇനിയിപ്പോൾ കോൺഫ്ലേക്സ് ഇല്ലെന്നുണ്ടെങ്കിലും പേടിക്കേണ്ട, അതൊരു ഓപ്ഷനാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പച്ചമുളകും നമ്മൾ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി സാധനമായിരിക്കും. സാധാരണ മിക്സറിന് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും. അതെ. അപ്പൊ എന്തായാലും ഇതിനകത്ത് 2-3 ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഇതുപോലെ ചെയ്ത് നോക്കിയോ. നമ്മളിപ്പം ചിലപ്പോൾ ഇത് അറിയാവുന്ന ആൾക്കാർ കാണുമായിരിക്കും. അപ്പം നമുക്ക് അറിയാവുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയതുകൊണ്ടാണ് നമ്മളിത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ചെയ്തിട്ടുള്ളവരൊന്ന് പറയുക എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പം സംഭവം എടുക്കാത്ത സാധനമാണ്. അപ്പോൾ ഈ വേറെ പറയാനില്ല. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലില്ലേ അതുകൂടെ ഓൺ ചെയ്തൊന്ന് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വരുമ്പോഴത്തേക്ക് ആദ്യം കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ, ലൈക്ക് ചെയ്യും കൂടെ ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും തൽക്കാലം ഇന്നത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.